20 ലോക്സഭാ മണ്ഡലങ്ങളിൽ ആലത്തൂർ, തൃശൂർ എന്നീ 2 മണ്ഡലങ്ങൾ ഒഴികെ മറ്റ് 18 ഇടങ്ങളിൽ മികച്ച വിജയം നേടിയ കോൺഗ്രസിൽ ഇപ്പോഴും തർക്കങ്ങൾ തുടരുകയാണ്. 20 മണ്ഡലങ്ങളിലും സംഘടനാ വീഴ്ച സംഭവിച്ചു എന്നാണ് വിലയിരുത്തൽ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടിയെങ്കിലും KPCC, DCC തലങ്ങളിൽ ഒരു അഴിച്ചുപണിക്കായി ഒരുങ്ങുകയാണ് കോൺഗ്രസ് നേതൃത്വം. KPCC പുനഃസംഘടന വേഗത്തിൽ നടത്താനാണ് നീക്കം. അതുകൊണ്ട് തന്നെ കഴിഞ്ഞയിടെ നിയമിച്ച സെക്രട്ടറിമാരെ ഉടൻ നീക്കും. ഇതിൽ മികച്ച പ്രകടനം നടത്തിയ ചുരുക്കം നേതാക്കളെ മാത്രം വീണ്ടും സെക്രട്ടറി സ്ഥാനത്തേക്ക് പരിഗണിക്കും. തീരുമാനമനുസരിച്ച് ജനറൽ സെക്രട്ടറിമാരിൽ പകുതിയിലേറെ പേർക്കും സ്ഥാനം പോകും. പ്രവർത്തനം മോശമായവർക്കാണ് പണി കിട്ടുന്നത്. ഗ്രൂപ്പ് പ്രാതിനിധ്യത്തിൽ സ്ഥാനം കിട്ടിയവർ ജോലി ചെയ്തില്ല എന്നാണ് പാർട്ടി കണ്ടെത്തൽ. പകരം കൂടുതൽ യുവാക്കളെ പാർട്ടി പദവിയിലേക്ക് പരിഗണിക്കും. DCC തലത്തിലും നേതൃമാറ്റം വരും. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, വയനാട്, കാസർഗോഡ് DCC അധ്യക്ഷന്മാരെ ഉടനെ തന്നെ നീക്കും. തൃശൂർ DCC അധ്യക്ഷന് തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ വലിയ വീഴ്ചയുണ്ടായിരുന്നു. ഇദ്ദേഹം നിലവിൽ രാജിവെച്ചു കഴിഞ്ഞു. തിരുവനന്തപുരത്ത് DCC പ്രസിഡന്റിന്റെ പ്രവർത്തനം വളരെ മോശമാണ്. വലിയ പരാതി DCC അധ്യക്ഷനെതിരെ ഉയർന്നിട്ടുമുണ്ട്. ഈ സാഹചര്യത്തിൽ പാലോട് രവിയെ ഉടൻ മാറ്റും. മറ്റ് ജില്ലകളിലെ അധ്യക്ഷന്മാരും പരാജയം തന്നെയാണ് എന്നാണ് നിലവിലെ വിലയിരുത്തൽ. കേന്ദ്ര സംസ്ഥാന സർക്കാർ വിരുദ്ധ വികാരവും രാഹുൽ ഗാന്ധി തരംഗവുമാണ് ഇത്തവണ മികച്ച വിജയം നേടാൻ സഹായിച്ചതെന്ന് പാർട്ടി വിലയിരുത്തുന്നുണ്ട്. അതിൽ DCC അധ്യക്ഷന്മാർക്ക് വലിയ റോൾ ഉണ്ടായിരുന്നില്ല എന്നത് തന്നെയാണ് പാർട്ടി വിലയിരുത്തൽ. വിജയത്തിന്റെ മേനിയിൽ ഈ DCC പ്രസിഡന്റുമാരെ തുടരാൻ അനുവദിച്ചാൽ അത് അടുത്ത തെരഞ്ഞെടുപ്പിൽ ഫലം തിരിച്ചടിയാകുമെന്ന് പാർട്ടി കരുതുന്നുണ്ട്. അതിനാൽ തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ വിജയം നേടാൻ അത് പോരാ എന്നാണ് നേതൃത്വത്തിന് നന്നായി അറിയാം. ഈ സാഹചര്യത്തിലാണ് അടിയന്തര പുനഃസംഘടനയ്ക്ക് ഒരുങ്ങുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ KPCC, DCC തലങ്ങളിൽ അഴിച്ചുപണി വേണമെന്ന് കോൺഗ്രസിനുള്ളിൽ നിന്ന് മുറവിളി ഉണ്ടായിരുന്നു. തുടർന്നാണ് ഉടനെയുള്ള ഈ ഒരു നീക്കത്തിലേക്ക് നേതൃത്വം എത്തുന്നത്. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളെ നേരിടാൻ നിലവിലെ സംവിധാനം മതിയാകില്ലെന്ന നിലപാടും പ്രബല വിഭാഗം വാദിച്ചിരുന്നു. KPCC തലപ്പത്തും 9-10 DCCകളിലും മാറ്റം വേണമെന്നുമായിരുന്നു ആവശ്യം. പ്രായം, പ്രവർത്തന മികവ്, സാമുദായിക സമവാക്യം എന്നിവ പരിഗണിക്കാതെയാണ് കഴിഞ്ഞ തവണ DCC പ്രസിഡന്റുമാരെ തീരുമാനിച്ചതെന്ന് വിമർശനമുണ്ട്. ക്രൈസ്തവ വിഭാഗങ്ങൾക്ക് മുൻതൂക്കമുള്ള കോട്ടയം അടക്കമുള്ള ജില്ലകളിൽ ഇതുണ്ടാക്കിയ അസ്വാരസ്യം ചെറുതൊന്നുമല്ല. പ്രസിഡന്റുമാർ നിർജ്ജീവമായ ചില ജില്ലകളിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ താറുമാറായി എന്ന വിമർശനവുമുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ചേർന്ന KPCC തെരഞ്ഞെടുപ്പ് അവലോകന യോഗം എല്ലാ മണ്ഡലങ്ങളിലും വിജയം ഉറപ്പിച്ചുവെങ്കിലും സംഘടനാ വീഴ്ച നേതാക്കളെല്ലാം തന്നെ ചൂണ്ടിക്കാട്ടിയിരുന്നു. എല്ലാ സീറ്റിലും വിജയിച്ചുവെങ്കിലും അഴിച്ചുപണി വേണമെന്ന വികാരവും ചർച്ചയുമുണ്ടായി. ഉറങ്ങാൻ വേണ്ടി കള്ള് വേറെ കുടിക്കണമെന്നാണ് MK രാഘവൻ പറഞ്ഞത്. തൃശൂരിൽ 200ഓളം ബൂത്തുകളിൽ പ്രവർത്തനം ഉണ്ടായിരുന്നില്ലെന്ന് K മുരളീധരനും തുറന്നടിച്ചിരുന്നു. 20 ലോക്സഭാ മണ്ഡലങ്ങളിലും 25 മുതൽ 50 വരെ ബൂത്തുകൾ കാര്യക്ഷമമല്ലായിരുന്നു. സർക്കാർ വിരുദ്ധ വികാരമുണ്ടായിരുന്ന വോട്ടർമാരെ ബൂത്തുകളിൽ എത്തിക്കാനായില്ല തുടങ്ങി അനവധി വിമർശനങ്ങളുണ്ടായി. ഇതോടെ വിരൽ ചൂണ്ടുന്നത് നേതൃമാറ്റത്തിലുള്ള ആവശ്യത്തിലേക്കാണ് എന്ന് തിരിച്ചറിയുകയായിരുന്നു. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ആദ്യ അവസാനം യോഗത്തിൽ പങ്കെടുത്തതിനാലാണ് KPCC പ്രസിഡന്റ് സ്ഥാനം സംബന്ധിച്ച് പരസ്യമായ ചർച്ച നടക്കാതിരുന്നത്. താൽക്കാലിക പ്രസിഡന്റായ MM ഹസൻ ചുമതല K സുധാകരന് കൈമാറുന്നതിനെ പറ്റി വരും ദിവസങ്ങളിൽ പരസ്യ പ്രതികരണങ്ങൾ ഉണ്ടാകാനാണ് നിലവിലുള്ള സാധ്യത. 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ 18 മണ്ഡലങ്ങളിൽ കോൺഗ്രസിന് മിന്നു വിജയം തന്നെയായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതിൽ കോൺഗ്രസിന് പിഴവ് പറ്റിയ 2 മണ്ഡലങ്ങൾ ഒന്ന് ആലത്തൂരും തൃശൂരുമായിരുന്നു. എന്നാൽ ആലത്തൂരിലെ വിജയം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ ക്ഷീണമൊന്നും തന്നെ സമ്മാനിച്ചിരുന്നുമില്ല. പക്ഷേ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ കോൺഗ്രസിന്റെ പരാജയം അത് അതീവ ദയനീയം തന്നെയായിരുന്നു. കോൺഗ്രസ് 3-ാം സ്ഥാനത്തേക്ക് തള്ളപ്പെടുകയായിരുന്നു. 1-ാം സ്ഥാനത്തേക്ക് എത്തിയത് ഇടതുപക്ഷമായിരുന്നു എങ്കിൽ പോലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇത്ര വലിയ ഒരു ക്ഷീണം സംഭവിക്കില്ലായിരുന്നു. പക്ഷേ ചരിത്രത്തിൽ ആദ്യമായി തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലാണ് BJP അക്കൗണ്ട് തുറക്കുന്നത്. അതേ മണ്ഡലത്തിൽ തന്നെ കോൺഗ്രസ് 3-ാം സ്ഥാനത്തേക്ക് പോവുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല കോൺഗ്രസിൽ നിന്നും വലിയ ശതമാനം വോട്ടുകളുടെ കുറവ് സംഭവിച്ചിട്ടുണ്ട്. അതായത് കോൺഗ്രസിന്റെ വോട്ട് ശതമാനം തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് സാരം. മാത്രമല്ല സുരേഷ് ഗോപിക്ക് ലഭിച്ചിരിക്കുന്ന വോട്ടുകൾ 70,000-ൽ അധികം വോട്ടുകളാണ് എന്നിരിക്കെ CPM-ൽ നിന്നും കോൺഗ്രസിൽ നിന്നും വോട്ട് ചോർച്ച സംഭവിച്ചു എന്നുള്ള ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. CPM-നെ സംബന്ധിച്ച് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ വലിയ തോതിലുള്ള വോട്ടിൽ കുറവൊന്നുമില്ല, വോട്ട് ശതമാനത്തിൽ കുറവില്ല എന്ന് CPM മുൻപേ തന്നെ തെളിയിച്ചതാണ്. കണക്കുകൾ പറഞ്ഞു വെക്കുന്നതും അതുതന്നെയായിരുന്നു. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് വലിയ ഒരു ഭൂരിപക്ഷത്തിന്റെ വോട്ട് ശതമാനത്തിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്ന് കണ്ടെത്താൻ സാധിച്ചിരുന്നു. മാത്രമല്ല തൃശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തന്നെ K മുരളീധരൻ എന്ന UDF-ന്റെ സ്ഥാനാർത്ഥി കൃത്യമായ ഒരു സംഘടനാ പ്രവർത്തനം തൃശൂർ ജില്ലയിൽ നടക്കുന്നില്ല എന്നുള്ള ആരോപണം ഉയർത്തിയിട്ടുണ്ടായിരുന്നു. TN പ്രതാപൻ, ജോസ് വെള്ളൂരിനെതിരെയെല്ലാം തന്നെ ശക്തമായ ആരോപണമുണ്ടായിരുന്നു. അതിനെല്ലാം ശേഷം പിന്നീട് തെരഞ്ഞെടുപ്പിനോട് അടുത്ത സാഹചര്യത്തിൽ അദ്ദേഹം ആ ആരോപണങ്ങളെല്ലാം തന്നെ തിരുത്തിക്കൊണ്ട് രംഗത്തെത്തിയിരുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് ശേഷം വീണ്ടും അദ്ദേഹം തൃശൂരിലെ
സംഘടനാ വീഴ്ചയെപ്പറ്റി കൃത്യമായി തന്നെ വിലയിരുത്തുന്നുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് അന്വേഷണ കമ്മീഷനെല്ലാം വന്ന സാഹചര്യത്തിൽ താൻ അവരുടെ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല, പക്ഷേ വീഴ്ച സംഭവിച്ചു എന്ന് താൻ ഉറക്കെ തന്നെ പറയുകയാണ് എന്നായിരുന്നു കെ മുരളീധരന്റെ പ്രതികരണം. മാത്രമല്ല, കെ മുരളീധരനെ തൃശ്ശൂർ ലോക്സഭാ സ്ഥാനാർത്ഥിയെ നിർത്തുന്ന സാഹചര്യത്തിൽ കെ മുരളീധരനാണ് തൃശ്ശൂരിലെ സ്ഥാനാർത്ഥി എന്ന് ഉറക്കെ പ്രഖ്യാപിക്കപ്പെടുന്ന സാഹചര്യത്തിൽ കെ കരുണാകരന്റെ മകളും മുരളീധരന്റെ സഹോദരിയുമായ പത്മജ വേണുഗോപാൽ കൃത്യമായി തന്നെ പറഞ്ഞിരുന്നു കെ മുരളീധരനെ തൃശ്ശൂർ നിർത്തി പരാജയപ്പെടുത്താനാണ് കോൺഗ്രസിന്റെ നീക്കമെന്ന്. യഥാർത്ഥത്തിൽ വടകരയിൽ നിന്നും കെ മുരളീധരനെ തൃശ്ശൂരിലേക്ക് പറിച്ചു നട്ടത് മുരളീധരനെ ഒതുക്കാനാണ് എന്നായിരുന്നു പത്മജിയുടെ ആരോപണം. എന്നാൽ പത്മജിയുടെ ആരോപണത്തെ മുരളീധരനടക്കം കോൺഗ്രസ് നേതൃത്വം അപ്പാടെ തള്ളുകയായിരുന്നു. പക്ഷേ ഫലപ്രഖ്യാപനമെല്ലാം തന്നെ ചൂണ്ടിക്കാണിക്കുന്നത് പത്മജിയുടെ ആരോപണങ്ങൾ ശരിയായിരുന്നു എന്ന് തന്നെയാണ്. മാത്രമല്ല, ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം മുരളീധരൻ താൻ ഇനി സജീവ രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് ഇല്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയായിരുന്നു. താൻ ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ, പ്രത്യേകിച്ചും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ താൻ ഇനി മത്സരിക്കുന്നില്ല, ഉപതെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന പാലക്കാട്, വയനാട്, ചേലക്കര എന്നീ മണ്ഡലങ്ങളിൽ താൻ ഇനി മത്സരിക്കുന്നില്ല എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയും ഇനി താൻ ശ്രദ്ധ കൊടുക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കാണ്. പക്ഷേ തൽക്കാലത്തേക്ക് താൻ അല്പം റെസ്റ്റ് എടുക്കുകയാണ്, സജീവ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിന്നെല്ലാം തന്നെ മാറി നിൽക്കുകയാണ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. അതിനുശേഷം അദ്ദേഹത്തെ അനുനയിപ്പിക്കാനുള്ള നിരവധി നീക്കങ്ങൾ യഥാർത്ഥത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നുമുണ്ടായിരുന്നു. കെ സുധാകരൻ നേരിട്ട് തൃശ്ശൂരിലേക്ക് എത്തുന്ന സാഹചര്യമുണ്ടായിരുന്നു. മുരളീധരന് പാലക്കാട് സീറ്റും അതേസമയം തന്നെ വയനാട് സീറ്റും എല്ലാം തന്നെ കൊടുക്കാമെന്നുള്ള ധാരണയുണ്ടായിരുന്നു. KPCC അധ്യക്ഷ സ്ഥാനം നൽകാമെന്നുള്ള ധാരണയുണ്ടായിരുന്നു. നിരവധി ഉപാധികൾ അല്ലെങ്കിൽ നിരവധി ഓഫറുകൾ യഥാർത്ഥത്തിൽ കെ മുരളീധരന് മുന്നിലേക്ക് കോൺഗ്രസ് നേതൃത്വം വെച്ചതാണ്. പക്ഷേ ആ അനുനയ നീക്കങ്ങളൊന്നും തന്നെ പതറാതെ തന്നെ മുരളീധരൻ ഇപ്പോഴും ഉറച്ചു തന്നെ പറയുകയാണ് താൻ ഇനി സജീവ രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്കില്ല എന്ന്. എന്നാൽ അതേസമയം തന്നെ അദ്ദേഹം കൃത്യമായി തന്നെ പ്രഖ്യാപിക്കുന്നുണ്ട് താൻ ഇനി യഥാർത്ഥത്തിൽ മാറി നിൽക്കുന്നത് ചെറിയൊരു ഇടവേളയിലേക്ക് മാത്രം ആണ്. ഇനി വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലാണെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലാണെങ്കിലും താൻ തീർച്ചയായും സജീവമായി തന്നെ രംഗത്തുണ്ടായിരിക്കുമെന്നെല്ലാം തന്നെ. എന്നാൽ അതേസമയം തന്നെ കോൺഗ്രസിനുള്ളിൽ പലപ്പോഴും എത്ര വലിയ വിജയം നേടിക്കഴിഞ്ഞാലും വലിയൊരു പുകച്ചിൽ ഉണ്ടാകുമെന്നുള്ള കാര്യം യാഥാർത്ഥ്യം തന്നെയാണ്. അതിനുദാഹരണമാണ് പുതുപ്പള്ളി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് കെ മുരളീധരൻ തന്നെ കോൺഗ്രസ് നേതൃത്വത്തിന് എതിരെ ശബ്ദമുയർത്തിക്കൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നത്. അന്നും അദ്ദേഹം പറഞ്ഞതാണ് താൻ ഇനി സജീവ രാഷ്ട്രീയത്തിലേക്കൊന്നുമില്ല, താൻ ഇനി മാറി നിൽക്കുകയാണ്. യഥാർത്ഥത്തിൽ കോൺഗ്രസിൽ നിന്നും തനിക്ക് പലപ്പോഴും പല തരത്തിലുള്ള അവഗണനകളെല്ലാം തന്നെ നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നെല്ലാം തന്നെ. അന്ന് യഥാർത്ഥത്തിൽ മുരളീധരൻ കോൺഗ്രസിൽ നിന്നെല്ലാം തന്നെ മാറി നിൽക്കുന്നു എന്നുള്ള ചർച്ചകളെല്ലാം തന്നെ സജീവമായിരുന്നു. പിന്നീട് മുരളീധരൻ AICC നേതൃത്വമായി നേരിട്ട് സംസാരിക്കുകയും പിന്നീട് ഒരു അനുനയത്തിലേക്കെല്ലാം തന്നെ മാറുന്ന സാഹചര്യമായിരുന്നു. അതിനുശേഷമാണ് മുരളീധരന് ലോക്സഭാ സീറ്റ് കൊടുക്കുന്ന കാര്യമെല്ലാം തന്നെ ചർച്ചയിൽ വരുന്നതും വടകര ലോക്സഭാ മണ്ഡലത്തിൽ മുരളീധരൻ മത്സരിക്കും എന്നുള്ള തീരുമാനങ്ങളിലേക്കെല്ലാം തന്നെ എത്തുന്നത്. എന്നാൽ പത്മജ വേണുഗോപാലിന്റെ BJP പ്രവേശനം യഥാർത്ഥത്തിൽ വലിയ തിരിച്ചടി തന്നെയാണ് കോൺഗ്രസിന് സമ്മാനിച്ചത്. അതുകൊണ്ട് തന്നെയാണ് വടകര ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് മുരളീധരനെ തൃശ്ശൂരിലേക്ക് പറിച്ചു നടാനുള്ള ഒരു തീരുമാനത്തിലേക്ക് നേതൃത്വം തുനിഞ്ഞിറങ്ങിയത്. എന്തുതന്നെയാണെങ്കിലും തുടർന്നുണ്ടായ എല്ലാ സംഭവവികാസങ്ങളും തീർത്തും നാടകീയമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. പ്രത്യേകിച്ചും കോൺഗ്രസ് ഇത്ര വലിയ മിന്നും വിജയം നേടിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ തുടർന്നുണ്ടായ എല്ലാ സംഭവങ്ങളും കോൺഗ്രസിന്റെ കെട്ടുറപ്പിനെയും കോൺഗ്രസിന്റെ സംഘടനാ വീഴ്ചയെല്ലാം തന്നെ ചൂണ്ടിക്കാണിക്കുന്നതുമാണ്. അതുകൊണ്ട് തന്നെ വലിയ വിമർശനങ്ങളിലേക്കെല്ലാം തന്നെ നീങ്ങുന്നതിന് മുൻപേ തന്നെ വലിയൊരു അഴിച്ചുപണി യഥാർത്ഥത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആവശ്യമാണ്. ഇപ്പോൾ കോൺഗ്രസിന്റെ പ്രവർത്തകർക്കുള്ളിൽ നിന്ന് പോലും പലപ്പോഴായി ഉയർന്നു വരുന്ന പല വിമർശനങ്ങൾക്കും പരാതികൾക്കും മറുപടി നൽകേണ്ട ഉത്തരവാദിത്വം കൂടി കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപാണെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപാണെങ്കിലും കെട്ടുറപ്പോടെയുള്ള ഒരു സംഘടനാ മികവ് കാഴ്ചവെക്കാൻ കോൺഗ്രസ് ബാധ്യസ്ഥരാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇനി വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലാണെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലാണെങ്കിലും മികവ് കാണിക്കാനുള്ള ഒരു മുന്നേറ്റത്തിന്റെ ഭാഗമായി തന്നെയാണ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുള്ള ഇത്രയും തിടുക്കം കൂട്ടിയുള്ള ഒരു നീക്കത്തിന്റെ കാരണം.